മൂന്നാർ ചിന്നക്കനാലിൽ പതിറ്റാണ്ടുകളായി സ്വകാര്യ കമ്പനിയുടെ കൈവശമിരിക്കുന്ന കോടികൾ വിലമതിക്കുന്ന സർക്കാർ ഭൂമി വനംവകുപ്പ് ഏറ്റെടുത്തു. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ളതും വന്യമൃഗങ്ങളുടെ പ്രധാന ആവാസ കേന്ദ്രവുമായ 42.72 ഹെക്ടർ ഭൂമിയാണ് ഹൈക്കോടതി വിധി വന്ന 39 വർഷങ്ങൾക്ക് ശേഷം ഹാരിസൺ മലയാളം ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് വനംവകുപ്പ് ഔദ്യോഗികമായി ഏറ്റെടുത്തത്. വനംവകുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിൽ ഒന്നാണ് മൂന്നാർ ചിന്നക്കനാലിൽ പൂർത്തിയായിരിക്കുന്നത്. വിപണിയിൽ കോടികൾ വിലമതിക്കുന്ന അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ചോലവനങ്ങളും പുൽമേടുകളും നിറഞ്ഞ ഭൂമിയാണ് വനംവകുപ്പ് അതിസാഹസികമായി സ്വകാര്യ കമ്പനിയിൽ നിന്ന് തിരിച്ചുപിടിച്ചത്. 1971 കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് ആക്ട് പ്രകാരം 1975 HML കമ്പനിയിൽ നിന്ന് വനംവകുപ്പ് ഏറ്റെടുത്ത 210.89 ഹെക്ടർ ഭൂമിയെ ചൊല്ലിയായിരുന്നു തർക്കം. കമ്പനിയുടെ ഹർജിയിൽ 1987 ഹൈക്കോടതി അന്തിമ വിധി പുറപ്പെടുവിച്ചു. 168.72 ഹെക്ടർ കമ്പനിക്ക് തിരികെ നൽകാനും അവശേഷിക്കുന്ന 42.72 ഹെക്ടർ സർക്കാരിന് ഏറ്റെടുക്കാനും കോടതി അനുമതി നൽകി. 2001 ഈ ഭൂമി റിസർവ് വനമായി വിജ്ഞാപനം ചെയ്തിട്ടും ഉദ്യോഗസ്ഥ തലത്തിലെ അനാസ്ഥ കാരണം ഭൂമി കൈമാറാൻ കമ്പനി തയ്യാറായില്ല. കൊളുക്കുമലയ്ക്ക് സമീപം കമ്പനി പാട്ടത്തിന് നൽകിയ ഈ സ്ഥലത്താണ് സംസ്ഥാനത്തെ ഏറ്റവും ഉയരത്തിലുള്ള സ്വകാര്യ ടെന്റ് ക്യാമ്പ് നടത്തിവരുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മാസങ്ങൾ നീണ്ട രഹസ്യ സർവേക്കൊടുവിലാണ് സർവേ നമ്പർ 355, 479, 353, 482, 361 എന്നിവയിൽ ഉൾപ്പെട്ട ഈ ഭൂമി കമ്പനിയുടെ പട്ടയത്തിൽ നിന്ന് പൂർണ്ണമായി കുറവ് ചെയ്തുകൊണ്ട് വനംവകുപ്പിന്റെ അധീനതയിലാക്കിയത്. 168 ഹെക്ടർ സ്ഥലം ഹാരിസൺ മലയാളം കമ്പനിക്കും 42 ഹെക്ടർ സ്ഥലം വനം വകുപ്പിനും ഏറ്റെടുക്കാം എന്ന് അന്തിമ വിധി പറയുകയും ചെയ്തു. ഈ വിധിയുടെ അടിസ്ഥാനത്തിലുള്ള 40 ഹെക്ടർ സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. പശ്ചിമഘട്ട മലനിരകളിലെ ഏറ്റവും ഉയർന്ന മേഖലകളിൽ വരുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ കൊളുക്കുമല വരുന്ന ഈ പ്രദേശം. കടുത്ത എതിർപ്പുകളെ മറികടന്ന ഉദ്യോഗസ്ഥർ ഈ ഭൂമിയിൽ വനംവകുപ്പിന്റെ ജെണ്ടകളും ബോർഡുകളും സ്ഥാപിച്ചു. അമൃത ന്യൂസ്, ഇടുക്കി.